ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 46 റിവ്യൂ. ശോഭ വന്നപ്പോൾ പോസിറ്റീവായ ലക്ഷ്മി. ഹോട്ടൽ ടാസ്കിൽ വീണ്ടും ഗസ്റ്റായി വന്ന റിയാസ് ലക്ഷ്മിയെ ഡബിൾ പോസിറ്റീവാക്കി. ഒരാളുടെ ചിന്തകൾ മറ്റൊരാളിലേക്കും അടിച്ചമർത്തരുത്. റിയാസിന്റെ കമ്മ്യൂണിറ്റിയിലുള്ളവർ മാത്രമാണ് യോഗ്യരായുള്ളൂ, അല്ലാത്തവർ വെറും കൃമികീടങ്ങളാണെന്ന് റിയാസ് വന്നപ്പോൾ തന്നെ ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്ത് ലക്ഷ്മിക്ക് വോട്ടിംഗ് നേടിക്കൊടുക്കുകയാണ് ഉണ്ടായത്. നോർമലൈസ് ചെയ്യാൻ പാടില്ലെന്നുള്ള അവരുടെ കാഴ്ചപ്പാട് മാറ്റണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അത് അവരാണ്. ആദില നൂറ അവരുടെ ഇഷ്ടം പോലെ ജീവിക്കുന്ന പോലെ അവർക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ലക്ഷ്മിക്കുണ്ട്. അവരുടെ ചിന്തകൾ ശരിയല്ലെങ്കിൽ അത് മാറ്റിക്കൊടുക്കാൻ റിയാസാര. അനീഷും ലക്ഷ്മിയും നൂറയും അഭിലാഷും ഒഴിച്ചുള്ള സാബുമാനും പെടും. ബാക്കിയുള്ളവരൊക്കെ കുളമാക്കിയ ടാസ്ക് റിയാസ് വീണ്ടും കുളമാക്കി. ടാസ്ക് ചെയ്യുമെന്ന റിയാസ് ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്യാൻ മാത്രമാണ് ശ്രമിച്ചത്, വേറെ ആരെയും ടാർഗറ്റ് ചെയ്തുമില്ല. എപ്പിസോഡിന്റെ തുടക്കത്തിൽ കെയർലെസ് ആയിട്ട് വെച്ചിരുന്ന ശോഭയുടെ ഡയമണ്ട് അടങ്ങിയ ബാഗ് നൂറയും സംഘവും ഒളിപ്പിച്ചു വെച്ചു. അത് കിട്ടിയാൽ ഈ ഹോട്ടൽ വിട്ടു പോകൂ എന്ന് ശോഭ. ലക്ഷ്മിയും ജിസയിലും ഇത് തപ്പി നടക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ പിന്നീട് ആ ടാസ്കിൽ ആർക്കും അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അടുത്ത അതിഥിയായി റിയാസ് വന്നു. റിയാസിനെ കണ്ടപ്പോൾ നൂറ ചാടിത്തുള്ളി സന്തോഷം പങ്കിടുന്നു. ഒപ്പം ആദിലയും ലക്ഷ്മിയും സന്തോഷിക്കുന്നുണ്ടായിരുന്നു. തന്നെ ടാർഗറ്റ് ചെയ്യാൻ വന്നതാണെന്ന് മുൻകൂട്ടി അറിഞ്ഞതുപോലെ. എന്നോട് സംസാരിക്കുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോന്ന്, ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് റിയാസ് ലക്ഷ്മിയോട്. ഐ ഡോണ്ട് കെയർ എന്ന് ലക്ഷ്മി. എന്നോട് നല്ല റെസ്പെക്റ്റ് ആയിട്ട് സംസാരിക്കണമെന്ന് റിയാസ്. ഞാൻ നന്നായിട്ട് റെസ്പെക്ട് ചെയ്താണ് സംസാരിക്കുന്നതെന്ന് ലക്ഷ്മി. ലൈഫിൽ നിങ്ങളെപ്പോലുള്ള ആളുകളുമായി സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് റിയാസ് ലക്ഷ്മിയോട്. വളരെ കൂളായി നിന്ന് റിയാസിനോട് ഓരോ പോസ്റ്റിലുള്ളവരെയും പരിചയപ്പെടുത്തുന്ന ലക്ഷ്മി. റിയാസിന്റെ ഇംഗ്ലീഷിന് മുന്നിൽ UK ലക്ഷ്മിയുടെ മികച്ച ഇംഗ്ലീഷ്. റിയാസ് നല്ല രീതിയിൽ ചലഞ്ച് ചെയ്തെങ്കിലും ലക്ഷ്മി അത് കൂളായിട്ട് നിന്നു. ലക്ഷ്മിയെ തകർക്കാൻ ഒരു ഇഞ്ച് പോലും റിയാസിന് പറ്റിയില്ല. ആതിരയ്ക്കൊക്കെ നല്ല സന്തോഷമുണ്ടായിരുന്നു ലക്ഷ്മിയെ റിയാസ് ചലഞ്ച് ചെയ്യുന്നതിൽ. നന്നായി പെർഫോം ചെയ്തവർക്ക് ടിപ്പ് കൊടുക്കാൻ ശോഭയോടും റിയാസിനോടും ബിഗ് ബോസ്. നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കി തന്ന ഒണയിലിന് ഒരു കോയിൻ, പുറത്ത് നന്നായി വേർത്ത് കുളിച്ചിരുന്ന സാബുമാന് പെർഫോമൻസിന്റെ അടുത്ത സ്ഥാനത്തിലും കോയിൻ കൊടുത്തു. ടാസ്ക് മനസ്സിലാക്കാതെ മോശം രീതിയിൽ കളിച്ച എല്ലാവരും കോയിനും സ്റ്റാറിനു വേണ്ടി വാദിക്കുന്നുണ്ടായിരുന്നു. ബിന്നിയൊക്കെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ബിന്നി ടാസ്കിലാണോ അതോ ശരിക്കും ജീവിതത്തിൽ നടക്കുന്ന പോലെയാണ്, എന്താണെന്ന് ആർക്കറിയാം. ഒന്നും ചെയ്യത്തില്ല, പോയിന്റുകളൊക്കെ ഭയങ്കരമായിട്ട് പറയുകയും ചെയ്യും. ടാസ്കിനിടയ്ക്ക് താൻ പാത്രം കഴുകി സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ആര്യൻ. ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ കള്ളം പറയുകയാണെന്ന് അനീഷ്. ഷിയാസിനൊക്കെ അറിയാം ആര്യൻ കള്ളം പറയുന്നതാണെന്ന്. ഏതായാലും സാബുമാന് ഒരു ടിപ്പ് കൊടുത്തത് വളരെ നന്നായി. ശോഭയ്ക്കും ഷിയാസിനും പോകാൻ സമയമായി. നന്നായി ഗെയിം കളിക്കണമെന്ന് ശോഭ എല്ലാവരോടും. നിന്റെ കരച്ചിൽ കുറയ്ക്കണമെന്ന് ഷിയാസ് അനുമോളോട്. എന്താ കള്ളക്കരച്ചിലായി തോന്നിയോ എന്ന് അനുമോൾ ഷിയാസിനോട്. അതിൽ നിന്ന് എല്ലാം വ്യക്തമാണ്. പ്രേക്ഷകർ ബുദ്ധിയുള്ളവരാണ്, അവർക്ക് എളുപ്പം മനസ്സിലാക്കും. ഷിയാസും ശോഭയും യാത്ര ചോദിച്ചു പോകുന്നു. ഹോട്ടലിന്റെ പുറത്തേക്ക് ഇറങ്ങിയ ലക്ഷ്മിയെ എനിക്ക് വേണ്ട കാര്യങ്ങളൊന്നും കിട്ടിയില്ലെന്ന് ജസ്റ്റ് 1 മിനിറ്റ് എന്ന് പറഞ്ഞ് ലക്ഷ്മി പോകുന്നു. ട്രിഗറായ റിയാസ് പുറത്തേക്ക് ലക്ഷ്മിയുടെ പുറകെ. ഇത്ര ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് റിയാസ് ലക്ഷ്മിയോട്. റിയാസിനോട് സെപ്പറേറ്റ് ഒരു ആറ്റിറ്റ്യൂഡും ഇല്ലെന്ന് ലക്ഷ്മി. നിങ്ങൾ എല്ലാവരും വെറുതെ ഇരുന്ന് ജഡ്ജ്മെന്റ് ചെയ്യുകയാണെന്ന് ലക്ഷ്മിയോട് റിയാസ്. നിങ്ങൾക്ക് ഫീൽ ചെയ്തോ എന്ന് ലക്ഷ്മി റിയാസിനോട്. എനിക്കത് മനസ്സിലായി എന്ന്. യെസ്, ദാറ്റ്സ് കൈൻഡ് ഓഫ് ജഡ്ജ്മെന്റ്. ഉരുളയ്ക്കുപ്പ് എരിപോലുള്ള മറുപടി കേട്ട് റിയാസ് ട്രിഗറായി. ആദിലയുടെ ഇഷ്യൂ എടുത്തിട്ടു റിയാസ്. ഇത് ലൈവിൽ കാണിക്കുന്നുണ്ടായിരുന്നു. നോർമലൈസ് ചെയ്യുന്നതേ എനിക്ക് പ്രശ്നമുള്ളൂ എന്ന് ലക്ഷ്മി. ഇവിടെയാണ് റിയാസിന്റെ ചിന്തകൾ ലക്ഷ്മിയിൽ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത്. ലക്ഷ്മിയുടെ ഒപ്പീനിയൻ ലക്ഷ്മിക്ക് മാത്രമാണ്, അത് മാറ്റണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ലക്ഷ്മിയാണ്. ലാലേട്ടൻ പറഞ്ഞ് സംസാരിച്ച് തീർന്ന വിഷയം ഇവിടെ എടുത്തിട്ടുണ്ട് യാതൊരു കാര്യമില്ല. ആദിലയും സംസാരിക്കുന്നുണ്ട്. ഒരാൾ സപ്പോർട്ടിന് കിട്ടിയപ്പോഴാണ് നീ സംസാരിക്കുന്നതെന്ന് ലക്ഷ്മി ആദിലയോട്. GM സ്റ്റാർ കൊടുക്കുന്നതിന് മുമ്പ് ഗസ്റ്റുമായും ആദിലയുമായും സംസാരിച്ച തീരുമാനത്തിലെത്തേണ്ടതാണ്. ആദില തന്റെ ഫേവറേറ്റുകൾക്ക് കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അർഹതയുള്ളവർ വേറെ ഉള്ളതുകൊണ്ട് 100% അത് നടക്കുന്നില്ല. നൂറയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട് താനും. ലക്ഷ്മി ഫേവർ കാണിച്ചാണ് എല്ലാവർക്കും കൊടുക്കുന്നതെന്ന്. ലക്ഷ്മി ഇതുവരെ ആർക്കും ഒരു ഫേവർ ചെയ്തില്ല, ടാസ്കിനനുസരിച്ച് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഷാനവാസിന് 2, അനീഷിന് 1, ബിന്നിക്ക് 1, അഭിലാഷിന് 1, നൂറയ്ക്ക് 1, അക്ബറിന് 1, ജിസൈലിന് 1, അനുമോൾക്കും നെവിനും 1. ഷാനവാസിന് 2 കൊടുത്തതിൽ പലർക്കും അതൃപ്തിയുണ്ട്, ഒന്നും കിട്ടാത്ത രണയ്ക്കൊക്കെ. ബിഗ് ബോസ് 3 രഹസ്യ ടാസ്കുകൾ റിയാസിന് കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് അനീഷിനെ കൊണ്ട് ഷാനവാസിനോട് ഐ ലവ് യു ഡിയർ ഫ്രണ്ട് എന്ന് പറയിപ്പിക്കുക. ഒരു ഓഡീഷൻ ടാസ്കിലൂടെ റിയാസ് അത് ചെയ്യുന്നുണ്ട്. കൺഫെഷൻ റൂമിന്റെ കണ്ണാടിയുടെ മുമ്പിൽ അനുമോളെയും ജിസൈലിനെയും ആര്യനെ എത്തിച്ച് കൈയിട്ടുള്ള ഫോട്ടോ എടുപ്പിക്കണമെന്നുള്ള ലക്ഷ്യം റിയാസ് നിറവേറ്റി. 5 സ്ഥലങ്ങളിൽ വെച്ച് 5 പേരെ സെപ്പറേറ്റ് ആയിട്ട് ഒരു പാട്ട് പാടിപ്പിക്കണമെന്നുള്ള നിർദ്ദേശവും ബിഗ് ബോസ് വെച്ചിരുന്നു. ഒരു സ്ഥലത്ത് വെച്ച് 5 പേരെ ഒന്നിച്ച് പാടിപ്പിക്കുകയാണ് ചെയ്തത്. ആര്യനെ കൊണ്ട് അനീഷും ഷാനവാസും ഒരുക്കി വെച്ചിരുന്ന ബെഡ്റൂം അലങ്കോലമാക്കിയും ഗാർഡൻ ഏരിയയിൽ ടിഷ്യൂ പേപ്പറുകൾ ഇട്ട് വൃത്തികേടാക്കുകയും ആദിലയുമായി കൂട്ടിയേർന്ന് ആദില തന്നെ റിയാസിന് നിർദ്ദേശം വെച്ച് ആദില ഒണിയൽ റിയാസിന് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഫുഡിൽ ഉപ്പ് വാരിയിടുന്നു. ഇങ്ങനത്തെ പല കലാപരിപാടികളുമാണ് ബിഗ് ബോസിൽ നടക്കുന്നത്. ഒണിയൽ ആദിലയും ആര്യനും ഒക്കെ ആയിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. ധൈര്യമുണ്ടെങ്കിൽ 16 പേരുടെ ഫുഡിൽ ഉപ്പ് വാരിയിടാൻ ഒണിയൽ ആദിലയോട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളെപ്പറ്റി കമൻറ്റ് ചെയ്യാമോ?